നമസ്കാരം. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അമ്മ മഹാമായ നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നതായ സന്ദേശങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയായതിനാൽ തന്നെ നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ ചിന്തകൾ നിങ്ങൾ വിട്ട് കളയേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. വിഷമതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ ഇത്തരം ചിന്തകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഇന്നേ വരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കി എവിടെ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു എന്നറിയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ പുതിയ അവസരങ്ങളാണ് വന്നു ചേരുക. സൽകർമ്മങ്ങളുടെ ഫലം, നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളതായ ആ കർമ്മങ്ങളുടെ ഫലം അമ്മ മഹാമായ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളായി നൽകും എന്നും കാണുവാനായി സാധിക്കുന്നു. പുതിയ സന്തോഷകരമായ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നും കാണുന്നു. യാത്രകൾക്കുള്ള അവസരങ്ങൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഭയം ഒഴിവാക്കണം. ഭയം, പേടി തുടങ്ങിയ കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കണം എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. പ്രമോഷൻ, ജോലിയിൽ ഉയർച്ച, ഇഷ്ടജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം ചില കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അത് നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ച് പോയതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു. അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ തന്നെ അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അത് വീടാകാം, അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹിക്കുന്ന വിവാഹമാകാം, തൊഴിലാകാം, അല്ലെങ്കിൽ കർമ്മ മേഖലയോ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട നേട്ടം, അങ്ങനെ എന്ത് തന്നെ ആകാവുന്നതുമാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകും എങ്കിലും പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വന്നു ചേരുന്ന അവസരങ്ങൾ തന്നെ നഷ്ടമാവുകയും ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നതായ ആ കാര്യങ്ങൾ
നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ധാരാളം അനുഗ്രഹങ്ങൾ, കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വന്തം മനസ്സിനെയും അതേപോലെ തന്നെ തീരുമാനങ്ങളെയും നിങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്നുള്ളതാണ്. നിയന്ത്രിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ചിന്തിക്കാനും ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മനസ്സ് പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ചിന്തിച്ച് കാട് കയറുന്നതായ അവസ്ഥ, പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാകുന്നു. അറിവ് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ആത്മീയപരമായ ഉണർവ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതിന് കാലതാമസമില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഹീലിംഗ് എനർജി ലഭിക്കുന്നു. അമ്മ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ വിട്ടുപോയി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. അമ്മ മഹാമായ തന്നെ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു, അത് നിങ്ങൾക്ക് പ്രകടമാകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നതാണ്. ഉള്ളിലെ ശക്തി, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ശക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സംരക്ഷിക്കും. പല കാര്യങ്ങളിലും ചെയ്തതായ കാര്യങ്ങൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ എടുക്കുന്നതായ തീരുമാനങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. എന്ത് ചെയ്യണം എന്ന വ്യക്തത നിങ്ങളിൽ കുറയുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നില്ല. അതായത് ചില കാര്യങ്ങളിൽ വ്യക്തത കുറവ് മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ കലാശിക്കുകയോ ചെയ്യുന്നു എന്നത് നിങ്ങളെ വളരെ വിഷമത്തിൽ ആഴ്ത്തുന്നതായ കാര്യമാണ്. അതിനാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. എന്നാൽ സൽചിന്തയോടെ ഏത് കാര്യം നിങ്ങൾ ചെയ്താലും പ്രവർത്തിച്ചാലും അതിൽ നിങ്ങൾക്ക് വിജയങ്ങളാണ് വന്നു ചേരുക എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ചില മുഖം മൂടി ധരിച്ച വ്യക്തികൾ നിങ്ങൾക്ക് പിന്നിലുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാകാം. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരാം. അത് ആ സമയം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. എന്നാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതിനാൽ ആ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു പോവുകയും പിന്നീട് നിങ്ങൾക്കത് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ അകന്ന് പോയിട്ടുണ്ടാകും എന്നതാണ് വാസ്തവം. അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതിനാൽ അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പിന്നിൽ നിന്നും കുത്തുന്നതായ സാഹചര്യം, അത് ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് അത് പ്രകടമാകുന്നതായ സാഹചര്യമാണ്. അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരം ചില വ്യക്തികളെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചുറ്റുമുള്ള വ്യക്തികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. അതായത് ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നും കാണുവാനായി സാധിക്കുന്നു. വളരെയധികം തിരിച്ചടികൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പഠിക്കുവാനുള്ള അവസരം, അല്ലെങ്കിൽ പലരെയും മനസ്സിലാക്കുവാനുള്ള അവസരമായിരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നതായ സാഹചര്യമുണ്ട്.
അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തിയും ഊർജവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. അത് നഷ്ടപ്പെട്ട ബന്ധം അനുകൂലമാക്കുന്നതിനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായകരമായി തീരും എന്നും കാണുന്നു. നിങ്ങളെ ദ്രോഹിച്ച ചില വ്യക്തികളോട് പൊറുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഇന്നും മനസ്സിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. സമാധാനപരമായി ചില വ്യക്തികളോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുന്നതിനൊപ്പം ചില കാര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ തിരിച്ചറിവ്, ചില അപ്രതീക്ഷിതമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതുമാണ്. ആത്മീയപരമായ ഉണർവ് അമ്മ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ മാനസികമായി സ്ട്രെസ് അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം എപ്രകാരം ഒഴിവാക്കുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. ഒരു പരിധിവരെയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സമയം നിങ്ങൾ അമ്മ മഹാമായയിൽ പൂർണ്ണമായും വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മുൻപിൽ പല വഴികളും തെളിയും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. കൂടാതെ പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ മനസ്സിൽ നിറയ്ക്കണം എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.